എന്താ ഈ കാട്ടിയത്? ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ? ഞാൻ കരുതിയായിരുന്നു പഠിപ്പുള്ള ആളാവുമ്പോ ഇങ്ങനൊന്നും അല്ലെന്നാണ്. പുതിയ ഒരു കൂട്ടം സമ്പ്രദായങ്ങളുണ്ടല്ലോ. അല്ല, പുതിയ സമ്പ്രദായങ്ങളെന്ന് പറയുമ്പോ എനിക്കൊരു നിശ്ചയമില്ല, കുട്ടിക്കും കാണില്ല. എന്താ കാര്യം എന്നറിയോ? നമ്മൾ രണ്ടാളും നടാടെ അല്ലേ കല്യാണം കഴിച്ചത്? ഇനി വേറൊന്ന് ചോദിക്കാം. കുട്ടിക്ക് മുഷീനില്ലല്ലോ. കടങ്കഥകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചോദിക്കട്ടെ? കിലുകിലുക്കും കിക്കിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. എന്താ പറയാ? അറിയില്ല. താക്കോൽ. ഇനി വേറൊന്ന്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്താ പറയാ? അറിയില്ല. അയ്യേ, കാലി കിടക്കണ ചെരുപ്പ്. ഇനി വേറൊന്ന് പറയാ. ഊരിയ വാൾ ഉറയിലിടും കാലം പൊന്നിട്ട കത്തി പണയം തരാം. എന്താ പറയാ? അയ്യേ, പാല്. പശുവിന്റെ പാല്. ഉത്തരം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പറയാത്തത്. എനിക്കറിയാം. ഭർത്താവിന്റെ മുന്നിൽ തോറ്റു തരണത് ഉത്തമയായ ഭാര്യയുടെ ലക്ഷണാത്രേ. ഞാനും കേട്ടിട്ടുണ്ടേ. പണ്ട് രാജ്യഭാരം ഉള്ള കാലത്തായിരുന്നു വെച്ചാ നമ്മുടെ കല്യാണം ഇങ്ങനൊന്നും ആയിരുന്നിരിക്കില്ല നടക്ക. നാട് മുഴുവൻ ഉത്സവമായിരിക്കും, നാട്ടാർക്ക് മുഴുവൻ സദ്യയും. രാജ്യഭാരം വെക്കോട്ടെ, ഉത്സവവും സദ്യയും ബാക്കി വെക്കായിരുന്നു അല്ലേ? എന്താ അഭിപ്രായം? ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, രാജ്യഭാരം പോയാലുണ്ടായ വ്യത്യാസം ഞങ്ങൾക്കുണ്ടോ മനസ്സിലാവണം? ഹായ്, ഉത്തരം അസലായിട്ടുണ്ടെങ്കിലും ലേശം കട്ടിയായി പോയേ. പുലർച്ചെ ആയിന്നാ തോന്നണേ. ഒന്നുമില്ലാച്ചാലും സങ്കോചം വിട്ട് സംസാരിക്കാന്നല്ലോ. ശങ്കയില്ലാണ്ട് ആ ശബ്ദം ഒന്ന് കേൾക്കുകയും ചെയ്തു. ഒരാദ്യ രാത്രി കൊണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളാണേ.